സൗദി എന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ നിയമങ്ങളും വളരെ ശക്തം തന്നെയാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന നിയമമാണ് ഇവിടെ പല കേസിലും പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. സൗദിയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. എന്നാൽ വലിയൊരു മാറ്റത്തിന് തിരിതെളിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇവിടെ ലൈസൻസ് എടുക്കുവാനും വാഹനം ഓടിക്കുവാനും അടുത്തിടെ അനുവദിച്ചിരുന്നത്. യുഎഇയുടെ പല രാജ്യങ്ങളിൽ തന്നെ ഇത് വലിയൊരു മാറ്റത്തിനാണ് വഴിതെളിച്ചതും. വിപ്ലവകരമായ മാറ്റത്തിനാണ് ഇപ്പോൾ സൗദി വീണ്ടും തിരിതെളിച്ചിരിക്കുന്നത്. സൗദിയിലെ സ്ത്രീകൾ നേരിട്ട മറ്റൊരു പ്രശ്നമായിരുന്നു പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങാൻ ആവില്ല എന്നുള്ളത്. അതിപ്പോൾ മുസ്ലിം യുവതി അല്ല എങ്കിൽ പോലും ഈ രാജ്യങ്ങളിൽ പർദ്ദ ധരിക്കാതെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയുമായിരുന്നില്ല. ഈ ഒരു നിയമത്തിനാണ് സൗദി ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഇത് കഴിയില്ല കേട്ടോ. ആ വാർത്തയിലേക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വനിതാ വിനോദസഞ്ചാരികൾക്കാണ് സൗദിയിൽ ഇനി മുതൽ പർദ്ദ നിർബന്ധമാക്കില്ലെന്ന് നാഷണൽ ഹെറിറ്റേജ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. സൗദിയിലെത്തുമ്പോൾ പർദ്ദ ധരിക്കണമെന്ന് അവരെ നിർബന്ധിക്കില്ല എന്നും എന്നാൽ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ വിനോദസഞ്ചാരികളെയോ സൗദിയിൽ കഴിയുന്ന വിദേശികളെയോ പർദ്ദ ധരിക്കുവാൻ നിർബന്ധിക്കില്ല. എന്നാൽ മാന്യമായ വസ്ത്രധാരണത്തെക്കുറിച്ച് മുൻകൂട്ടി വിനോദസഞ്ചാരികളെ അറിയിക്കും. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഇവർക്ക് നൽകും. മാന്യമായ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ സർക്കാർ പ്രഖ്യാപിക്കും. നിയമങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വനിതാ വിനോദസഞ്ചാരികൾക്ക് സൗദിയിൽ പർദ്ദ നിർബന്ധമാക്കില്ലെന്ന് നിയമം വരുന്നതോടെ ഇത് ഏറെ പേർക്ക് ഏറെ ആശ്വാസമാകും. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. സൗദി അറേബ്യയിൽ ടൂറിസം രംഗത്ത് വൻ കുതിപ്പിന് അതോടൊപ്പം കളമൊരുക്കുകയും ചെയ്തു. ഓൺലൈൻ ടൂറിസ്റ്റ് വിസയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ലോക ടൂറിസം ദിനത്തിലാണ് സൗദിയിൽ ഇത്തരമൊരു കാര്യം കൂടി വന്നിരിക്കുന്നത്. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൗദിയിൽ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളൊന്നായി ടൂറിസം രംഗ വികസന പ്രവർത്തനങ്ങൾ നടക്കുക. 11,500 കോടി റിയാൽ വരുമാനമാണ് ഈ പുതിയ നീക്കത്തിലൂടെ സൗദി ലക്ഷ്യമിടുന്നതെന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.